നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അത്തം പിറക്കുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് ആരംഭം കുറിച്ച് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുങ്ങും. വിലക്കുറവുകളുടെ വമ്പൻ ഓഫറോണം ഒരുക്കി തിരൂർ പുത്തനത്താണി AAK ഹൈപ്പർ മാർക്കറ്റുകൾ. കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെട്ടം കൃഷിഭവനിലേക്ക് കർഷക മാർച്ച്. പറവണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൗൺസിലിംഗ് ക്ലാസ് നടത്തി. വെട്ടം പഞ്ചായത്തിൽ 10-12 വാർഡുകളിൽ 50-ലേറെ ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന തായമ്പറമ്പ് കുടിവെള്ള പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ മലപ്പുറം ജില്ലാ ജനറൽ ബോഡി യോഗവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. അത്തം പിറക്കുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് ആരംഭം കുറിച്ച് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുങ്ങും. മഴ മാറിയതോടെ നാടും നഗരവും ഓണം മൂഡിലാണ്. നാടൻ പൂക്കളുടെ ലഭ്യത കുറഞ്ഞതോടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തുന്ന പൂക്കൾ തന്നെയാണ് ഈ ഓണത്തിലും പൂക്കളങ്ങളിൽ നിറയുക. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂവുകൾക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. തിരുവോണം എത്തുമ്പോഴേക്കും വില കുതിച്ചുയരാനാണ് സാധ്യത. അത്തം പിറക്കുന്നതോടെ തിരൂരിലെ പൂവിപണിയും ഉണർന്നു. ചെണ്ടുമല്ലി, ജമന്തി, ബട്ടൺസ്, വാടർമല്ലി, റോസ് പൂവ് തുടങ്ങിയ പൂവുകൾക്കാണ് വിപണിയിൽ ആവശ്യക്കാരേറെ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വില കുത്തനെ വർദ്ധിച്ചതും കച്ചവടക്കാർക്ക് തിരിച്ചടിയായി. ഗുണ്ടൽപേട്ട്, മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് പൂവുകൾ എത്തുന്നത്. കോഴിക്കോട് നിന്നും ഏജൻസി മുഖേനയാണ് പൂവുകൾ തിരൂരിലെത്തുന്നത്. പൂവായ പൂവെല്ലാം ഒന്നായി വിരിഞ്ഞു, നീ ചൊല്ലുമോ എന്റെ നാടോടിക്കാറ്റേ, ആവണിപ്പൂവണി മാമലമേട്ടിലെ പൂങ്കാറ്റേ, അത്തം പിറന്നുപോയി ഒത്തിരി പൂവേണം പൂങ്കാറ്റേ, പുഷ്പമഹോത്സവം പൂക്കളിൽ മത്സരം. പൂവിപണി ലാഭമാകുമോ എന്ന ആശങ്കയിലാണ് താനാളൂർ സ്വദേശിയായ സെയ്തലവി. വർഷങ്ങളായി തിരൂരിൽ പൂക്കച്ചവടം നടത്തി വരികയാണ് സെയ്തലവി. കടയിൽ കിട്ടുന്നില്ല. ഇതൊക്കെ നിങ്ങൾ 150 റുപ്യ 100 റുപ്യക്ക് ഇന്നലെ കിട്ടേണ്ട മാല, ഇന്നലെ 350 കഥ. കച്ചവടം ലാഭാവില്ല. ഇത് വിറ്റ ഒക്കൂലപ്പോ. ആദ്യം ഇത് ഗുണ്ടൽപേട്ട, മൈസൂര്, ബാംഗ്ലൂര് ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് ആ വലിയ എല്ലാ വർഷം കഴിഞ്ഞാലും മാത്രം ഉണ്ടാവുകയോ. കഴിഞ്ഞാലും മത്സരം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ നിർത്തി. അന്ന് ചെയ്തവരൊക്കെ നഷ്ടത്തിലാണ്. ഇക്കൊല്ലം അതിനെക്കാട്ടിലും ഉണ്ടാവില്ല. കാരണം അത്രയും വില കിട്ടാൻ 120-130 റുപ്യാണ്. 70 റുപ്യ 60 റുപ്യ കിട്ടുന്ന മോല. ഇത് 30-35 റുപ്യ കിട്ടുന്ന മോല. ഇത് 80 റുപ്യ 120-130 റുപ്യ. ഇനി 10 നാളേ ഉള്ളൂ തിരുവോണപ്പൂമുറ്റമൊരുങ്ങാൻ, ബലിത്തമ്പുരാനെ ഒരു പെണ്ണിനോണപ്പുടവയുമായി. ചെണ്ടുമല്ലിക്ക് 300 മുതൽ 400 രൂപ വരെയാണ് കിലോയ്ക്ക് വില. വെള്ള ജമന്തിക്ക് 600-ഉം വയലറ്റ് ജമന്തിക്ക് 700-ഉം ബട്ടൺസ് പൂവിന് 800-ഉം വാടാർമല്ലിക്ക് 500-ഉം റോസ് പൂവിന് 600-ഉമാണ് കിലോയ്ക്ക് വില വരുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത വില നിലവാരമാവും.
തിരുവോണമാവുമ്പോഴേക്കും വില കുത്തനെ കൂടാനും സാധ്യതയുണ്ട്. വെട്ടന്യൂസ് തിരൂർ. 6 ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പൻ വിലക്കുറവുകൾ ഒരുക്കി AAK ഹൈപ്പർ മാർക്കറ്റുകൾ. സെപ്റ്റംബർ 26 ചൊവ്വാഴ്ച മുതൽ 31 ഞായറാഴ്ച വരെയാണ് ഓഫർ. അവശ്യ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, പഴം, പച്ചക്കറികൾ തുടങ്ങിയവയ്ക്ക് വിലക്കുറവിൻ്റെ പ്രത്യേക ഓഫറുകളാണ് AAK ഹൈപ്പർ മാർക്കറ്റുകളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പൻ വിലക്കുറവുകൾ ഒരുക്കി AAK ഹൈപ്പർ മാർക്കറ്റുകൾ. ഓഗസ്റ്റ് 26 ചൊവ്വാഴ്ച മുതൽ 31 ഞായറാഴ്ച വരെയാണ് ഓഫർ. അവശ്യ സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, പഴം, പച്ചക്കറികൾ തുടങ്ങിയവയ്ക്ക് വിലക്കുറവിന്റെ പ്രത്യേക ഓഫറുകളാണ് AAK ഹൈപ്പർ മാർക്കറ്റുകളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഓണത്തിനോടനുബന്ധിച്ചുള്ള ഓഫർ ഓണം 2025 എന്ന ഓഫർ ഈ മാസം 26-ാം തീയതി നമ്മൾ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്നീ സെക്ഷനിൽ കസ്റ്റമേഴ്സിനായി അടിപൊളി നിരവധി ഓഫറുകളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓഫറുകൾക്ക് പുറമെ 319 രൂപയ്ക്ക് 24 വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയുടെയും പായസമേളയുടെയും പ്രീ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും ഓഫർ വിസ്മയമാണ് AAK അവതരിപ്പിക്കുന്നത്. ഉപഭോക്താക്കൾക്കായി വിലക്കുറവിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി AAK ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയതായി AAK ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പറഞ്ഞു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരൂരിലെയും പുത്തനത്താണിയിലെയും AAK ഹൈപ്പർ മാർക്കറ്റുകളിൽ നിരവധി ഓഫറുകളും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതായും ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ്, ഡിപ്പാർട്ട്മെന്റ് ബൈയിങ് മാനേജർ K ഷബീബ്, HR മാനേജർ K മുഹമ്മദ് അസ്ലം, ഫ്ലോർ മാനേജർമാരായ റിൻഷാദ് കബീർ, ഭുവനേഷ് എന്നിവർ സംബന്ധിച്ചു. തിരൂരിലെയും പുത്തനത്താണിയിലെയും മുഴുവൻ ഉപഭോക്താക്കളും നാളിതുവരെ നൽകിയ സഹകരണവും പിന്തുണയും ഞങ്ങൾ ഇനിയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിസിനസ് ഡെസ്ക്, വെട്ടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി വെട്ടം കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരീക്കോട് ഉദ്ഘാടനം ചെയ്തു. KV മൂസക്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക, കാർഷിക പെൻഷൻ 10,000 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി വെട്ടം കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരീക്കോട് ഉദ്ഘാടനം ചെയ്തു. ഈ കർഷക വൃത്തിയും കൃഷിക്കാരനും ഒക്കെ നാട്ടിൽ അവശേഷിക്കണം എന്നുള്ളതാണ്. ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമല്ല, മറിച്ച് രാഷ്ട്ര പ്രേരിതമാണ്. 70% ആളുകൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിന്റെ കാലത്ത് പ്രധാനങ്ങൾ അടക്കത്തൊക്കെ കിട്ടി സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് കൃഷിയോഗ്യമായ സ്ഥലത്തേക്കൊക്കെ വെള്ളമെത്തിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തുകൊണ്ട് കൃഷിക്കാരന് എല്ലാ സൗകര്യം ചെയ്തതാണ് കാലാകാലങ്ങളിലായിട്ടുള്ള ഭരണകർത്താക്കൾ ചെയ്തിട്ടുള്ളത്. KV മൂസക്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഹഖ്, KT മുസ്തഫ, സൈനുദ്ദീൻ പറവണ്ണ, CMT ഫാസിൽ, നുസൈബ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിബു നായർ വീട്ടിൽ, കളരിക്കൽ റിയാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആലിശ്ശേരിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. ന്യൂസ് ഡെസ്ക്, വെട്ടം. പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൗൺസിലിംഗ് ക്ലാസ് നടത്തി. പഠന വൈകല്യവും പഠന പ്രയാസവും പരിഹാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് രക്ഷിതാക്കൾക്കായി കൗൺസിലിംഗ് ക്ലാസ് നടത്തിയത്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അഖില സദാനന്ദൻ, ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഫിദ അൻവർ എന്നിവർ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളിൽ കാണുന്ന പഠന പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹാര ബോധന രീതികളും ക്ലാസ്സിൽ ചർച്ച നടത്തുകയുണ്ടായി. ഡോപ്പമൈൻ ഹിറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയിലോട്ട് പോകുമ്പോൾ ഈ ഡോപ്പമൈൻ ഹിറ്റ് ഉണ്ടാവും. ഒറ്റയ്ക്ക് അത് കുറയും ചെയ്യും. വെറുതെ ആ ഒരു വിദ്യാധാരണ മാത്രമാണ് ആ ഒരു ഹിറ്റോട് അവർക്കൊരു സുഖം കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ കുട്ടികൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ മറിച്ച് പോകുന്നത്, ഈ സ്വൈപ്പിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ അത് പൊതുവെ ഇപ്പൊ പല പാരന്റ്സിനെയും അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഐക്യു കുറവുള്ള കുട്ടികൾ, അതായത് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരിൽ എല്ലാ ഏരിയാസിലും കാണിക്കും. അതായത് മറ്റുള്ളവരുമായിട്ട് ഇടപെടൽ, സോഷ്യലി അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള സംശയ നിവാരണവും നടന്നു. പ്രധാനാധ്യാപകൻ VT മുനീർ, റസാഖ് പാലോളി, K പ്രിയ, TM നാസർ, K പ്രേമ, ഹമീദ് പാറയിൽ എന്നിവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ്, പറവണ്ണ. വെട്ടം പഞ്ചായത്തിലെ 10-12 വാർഡുകളിൽ 50-ലേറെ ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന
തായമ്പറമ്പ് കുടിവെള്ള പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. വാർഡ് മെമ്പർ AP ആബിദ സലാം ഉദ്ഘാടനം ചെയ്തു. 20 വർഷങ്ങളായി മുടങ്ങിക്കിടന്ന തായമ്പറമ്പ് കുടിവെള്ള പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം വാർഡ് മെമ്പർ AP ആബിദ സലാം ഉദ്ഘാടനം നിർവഹിച്ചു. പത്ത് 12 വാർഡുകളിലെ 50-ലേറെ ഗുണഭോക്താക്കൾക്കാണ് കുടിവെള്ളം ലഭ്യമാകുക. നേരത്തെ നിർമ്മിച്ച കിണറ്റിൽ ജലലഭ്യത കുറവായതിനാലാണ് പദ്ധതി മുടങ്ങിയത്. തുടർന്ന് 3 മീറ്ററോളം താഴ്ത്തിയതോടെയാണ് കിണറ്റിൽ ആവശ്യത്തിന് വെള്ളം ലഭിച്ചത്. ഇപ്പം കഴിഞ്ഞ വർഷം അത് നമ്മളൊന്നുകൂടി താഴ്ത്തി, ഒരു 3 മീറ്ററോളം വീണ്ടും താഴ്ത്തിയപ്പോൾ അത്യാവശ്യം വെള്ളം ഇപ്പം നിലവിലുള്ള ഗുണഭോക്താക്കൾ കൊടുക്കാനുള്ള വെള്ളം അതിനകത്തുണ്ടാവും. ഈ അവസരത്തിൽ ഇത് മെയിൻ പമ്പിങ് മാത്രം ആയതുകൊണ്ട് അവർക്ക് എത്തൂല എന്നുള്ള ആ ഒരു കണ്ടെത്തലോട് കൂടിയിട്ടാണ് നമ്മളിതിന് ഓവർഹെഡ് ടാങ്ക് ആവശ്യമായിട്ട് വന്നത്. അതിന് വീണ്ടും നമ്മളെ അധികൃതരെ സമീപിച്ചു. അവർ 10 ലക്ഷം രൂപ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ 10 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിക്കുക. പഞ്ചായത്ത് അംഗങ്ങളായ AP ആബിദ സലാം, KK ആയിഷ, കുടിവെള്ള പദ്ധതി ഗുണഭോക്തൃ കമ്മിറ്റി ചെയർമാൻ C ജമാൽ, കൺവീനർ KA അബ്ദുൽ നാസർ, പ്രദേശവാസികളായ P വിശ്രംഭരൻ, TK അബൂബക്കർ, ഷംസുദ്ദീൻ, TK റസീന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് വെട്ടം. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ മലപ്പുറം ജില്ലാ ജനറൽ ബോഡി യോഗവും ഓണാഘോഷ പരിപാടിയും കോട്ടക്കലിൽ നടന്നു. പ്രസിഡന്റ് ഡോക്ടർ അജയ് രാഘവൻ അധ്യക്ഷത വഹിച്ചു. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ മലപ്പുറം ജില്ലാ ജനറൽ ബോഡി യോഗവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. KAPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ സ്വാലിഹ് സ്വാഗതം പറഞ്ഞു. KAPC പ്രസിഡന്റ് ഡോക്ടർ അജയ് രാഘവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KAPC സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ഹമീദ് റിയാസുദ്ദീൻ, KAPC സംസ്ഥാന പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ VS ശരത്, മലപ്പുറം ഫിസിയോ ക്ലബ് സെക്രട്ടറി ഡോക്ടർ ജലീൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന അന്തരിച്ച ഡോക്ടർ ആബിദിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഡോക്ടർ ആബിദ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് കേരള ആരോഗ്യ സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 1ാം റാങ്ക് നേടിയ ആയിഷ സൽസയ്ക്ക് പ്രസിഡന്റ് സമ്മാനിച്ചു. ഡോക്ടർ റിയാസ് ബഷീർ അംഗങ്ങൾക്കായുള്ള പ്ലീനറി സെക്ഷനുകൾ കൈകാര്യം ചെയ്തു. തുടർന്ന് വർണ്ണാഭമായ ആഘോഷ പരിപാടികളും നടന്നു. ദേശീയ തലത്തിൽ പാസായ അലൈഡ് ഹെൽത്ത് കൗൺസിൽ സംസ്ഥാന രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും ഫിസിയോതെറാപ്പി മേഖലയിലേക്കുള്ള വ്യാജ കടന്നുകയറ്റം തടയാൻ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്നും ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. KAPC ജില്ലാ ട്രഷറർ ഡോക്ടർ ജഷീം നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് മലപ്പുറം. ഇതോടെ ഈ വാർത്ത പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.